സർവം ഡെലൂലു അഥവാ സർവം മായ. യെസ് ഗൈസ്, ഞാൻ പടം കണ്ടിരുന്നു. ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിന്റെ തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇടാമെന്ന് വിചാരിച്ചത്. യെസ്, നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ് ഈ മൂവിയുടെ അകത്തുള്ളത്. ഇൻഫാക്ട് ഈ മൂവിയുടെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് നിവിൻ പോളിയാണ് ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നത്. നിവിൻ പോളിയാണ് ഇതിന്റെ ഹീറോ എന്നുള്ളതാണ് ഈ മൂവിയുടെ ആക്ച്വലി അതിനൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇത് വിസ്മയ തുമ്പത്ത് പോലത്തെ ഒരു സ്റ്റോറിയാണ്. മോറോലെസ് ലൈക്ക് നിവിൻ പോളിയുടെ വിസ്മയ തുമ്പത്ത്. എന്താ പറയാ, ഇതൊരു അൾട്രാ ഫീൽ ഗുഡ് മൂവിയാണ്. ഹൃദയപൂർവ്വം ഒക്കെ പോലെ ഭയങ്കര പോസിറ്റിവിറ്റി മാത്രമുള്ളൂ ഇതിന്റെ അകത്ത്, ഈ ഫിലിമിന്റെ അകത്ത്. ബട്ട് ആ ഒരു സത്യനന്ദിക്കാട് മൂവീസിന്റെ അതേ ഫോർമുല തന്നെയാണ് ഈ മൂവിയുടെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യനാണ്. അഖിൽ സത്യന്റെ പ്രീവിയസ് മൂവി ആയിരുന്നു പാച്ചുവും അത്ഭുത വിളക്കും. അതിലേക്ക് കുറച്ചുകൂടി ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് ഇതിലോട്ട് വന്ന സമയത്ത് അങ്ങനെ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഫാക്ട് എനിക്ക് ഈ മൂവിയുടെ അകത്ത് ഇഷ്ടപ്പെടാണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ടോപ്പിക്സും എടുത്തിടുന്നുണ്ടെങ്കിലും ആ ടോപ്പിക്സിനൊന്നും ആ മൂവിന് റെലവൻസ് ഇല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പേരന്റ് ചൈൽഡ് റിലേഷൻ, കരിയർ വൈസ്, റിലീജിയൻ ആൻഡ് അത്തീസം, അങ്ങനെയൊക്കെ ഉള്ള കുറെ കുറെ ടോപ്പിക്സ് എടുത്തിടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു എന്താ പറയുക, ഒരു എൻഡ് ചെയ്യുന്നില്ല. ടോപ്പിക്സ് അവിടെ ഉണ്ട്, ബട്ട് ദ മൂവി ഗോസ് ഇൻ എ വെരി ഡിഫറെന്റ് വേ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. പലർക്കും ഈ മൂവി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആവാം. എനിക്ക് ഒരു ഓക്കെ ഓക്കെ എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. മെയിൻലി നിവിൻ പോളിയുടെ ഒരു എന്താ പറയാ, കുറെ നാൾക്ക് ശേഷമാണ് നിവിൻ പോളിയുടെ ആ ഫീൽഡിൽ ഇരുന്ന് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു കാര്യം, അതിന്റെ ഒരു രീതിയും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഓൾസോ ഇതിന്റെ അകത്ത് റിയ ഷിബു ഉണ്ട്, ഷിബു തമീന്റെ മകൾ. പുള്ളിക്കാരത്തിയാണ് ഇതിന്റെ അകത്ത് ദ നെക്സ്റ്റ് മേജർ റോൾ പ്ലേ ചെയ്യുന്നത്. ഡെലൂലു ആയിട്ട് ഒരു പൂക്കി പ്രേതമായിട്ടാണ് റിയ ഷിബു ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നത്. ഫിലിം കാണുന്ന സമയത്ത് കൂടെ ഫിലിം കുറെ രീതിയിൽ റെസംബിൾ ചെയ്യേണ്ടായിരുന്നു. ബട്ട് ഒരു മേജർ, ഒരു മോറോലെസ് സ്റ്റോറിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിസ്മയ തുമ്പത്തിന്റെ പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ അകത്ത് പ്രീതി മുകുന്ദൻ ഉണ്ട്. മോറോലെസ് ലൈക്ക് എക്സ്റ്റൻഡഡ് ക്യാമിയോ. പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ എന്തോ മാത്രമാണ് പുള്ളിക്കാരത്തിനെ റിവീൽ ചെയ്യുന്നത്. ഒരു ഡാൻസ് സീക്വൻസും ഒരു സീനും മാത്രമുള്ള ഒരു ഒന്നോ രണ്ടോ സീനോ മാത്രമുള്ള പുള്ളിക്കാരത്തിക്ക്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്ന് രണ്ട് സോങ്സ് കൊള്ളാം, പക്ഷെ അത്ര മെമ്മറബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര മെമ്മറബിൾ അല്ലായിരുന്നു. സോ ടു എൻഡ്, യെസ്, സർവമായ എനിക്ക് അത്യാവശ്യം നിവിൻ പോളി ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് ടേൺ ഔട്ട് ബി അൻ ആവറേജ്, അനദർ ആവറേജ് മൂവി. സോ ദാറ്റ്സ് സർവമായ ഫോർ യു. ടേക്ക് കെയർ.